Good afternoon, കേൾക്കാമോ? കേൾക്കാമോ? പ്രയർ ഞാനാണ് മാം. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൂടിയിരിക്കണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമാണിമേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയായി നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൂടിയിരിക്കണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു മാം. Okay. Thought of the day. Teamwork makes the dream work. ടീം വർക്ക് ചെയ്താൽ സ്വപ്നങ്ങൾ സഫലമാകും. ഒന്നിച്ച് പ്രവർത്തിച്ചാൽ വലിയ ലക്ഷ്യങ്ങൾ നേടാം. ഒരു കൂട്ടമായി സഹകരിച്ച് പ്രവർത്തിച്ചാൽ ഒരാൾക്ക് മാത്രം സാധിക്കാത്ത വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും കൈവരിക്കാൻ സാധിക്കും. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. സൈലിൻ ആൻഡ് സുറുമിയാണ്. റൈമാണ് പാടുന്നത്. The wheels on the bus go round and round, round and round, round and round. The wheels on the bus go round and round, all through the town. The doors on the bus go open and shut, open and shut, open and shut. The doors on the bus go open and shut, all through the town. The wipers on the bus go swish, 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 swish. The wipers on the bus go swish, 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 all through the town. The signals on the bus go bling, 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 bling. The signals of the bus go bling, 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 all through the town. The whole the bus go beep, 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 beep. The horn on the bus go beep, 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 all through the town. The motor on the bus go vroom, 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 vroom. The motor on the bus go vroom, 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 all through the town. The people on the bus go up and down, up and down, up and down. The people on the bus go up and down, all through the town. The babies on the bus go wave, 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 wave. The babies on the bus go wave, 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 all through the town. The mummies on the bus go shh, shh, shh. The mummies on the bus say shh, 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 all through the town. The daddies on the bus say I love you, I love you, I love you. The daddies on the bus says I love you, all through the town. The wheels on the bus go round and round, round and round, round and round. The wheels on the bus go round and round, all through the town. Thank you, Miss. Okay, very good. നന്നായിട്ടുണ്ട് സുറുമി.
കേൾക്കുന്നുണ്ടല്ലോ മിസ്? എന്തോ കേൾക്കുന്നുണ്ടായിരുന്നില്ലായിരുന്നോ? റേഞ്ച് ഇഷ്യൂ ഇടുന്നു തോന്നുന്നു. കേട്ടോ, നല്ലായിരുന്നാ പറഞ്ഞത്. ഓക്കെ. താങ്ക് യു മിസ്. റസ്മിന ക്ലാസ്സിലില്ലേ? ഓ ഉണ്ടല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ആഫ്റ്റർനൂൺ. നമ്മള് ഫിസിക്കൽ ഡെവലപ്മെന്റ് ക്ലാസ് പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടില്ല അല്ലെ? മാക്സിമം ടു മിനിമം ട്രെൻഡ്. ഇല്ല മാം, അതാണ് ഇനി എടുക്കേണ്ടത്. Yes, at the early stages, extent of muscular involvement and amount of energy spent on motor functions are greater than at the later stages. Both motor coordination and strength grows with age. Motor development relies on not only on neuromuscular maturity but also on environmental opportunities, especially availability of equipment and opportunity to observe and imitate other children and the opportunity to experience. എന്താണ് മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്ന് പറയുന്നത്? നമ്മൾ കുറച്ച് ട്രെൻഡ്സുകൾ പഠിച്ചു, കുറച്ച് പ്രിൻസിപ്പൾസിൽ പഠിച്ചിരുന്നു. ഇതൊക്കെയാണ് പഠിച്ചത്. മാസ് ടു സ്പെസിഫിക്, ലാർജ് ടു സ്മോളർ, സെഫാലോകേഡൽ ആൻഡ് പ്രോക്സിമോഡിസ്റ്റൽ, then bilateral to unilateral. അപ്പൊ എന്തായിരിക്കും മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്ന് പറയുന്നത്? ആദ്യത്തെ മൂവ്മെന്റ്സ് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ട് ചെയ്യും, പിന്നെ അത് സ്മൂത്തറായി അത് ഈസി ആയിട്ട് കൺട്രോൾഡ് ആയിട്ട് പോകും. അതാണ് മാക്സിമം ടു മിനിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Movement starts out big and effortful, then became smooth, efficient and controlled. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ടോളറേറ്റ് ത്രോ ദ വിത്ത് ടു മച്ച് ഫോഴ്സ്. ഒരു ബോൾ ത്രോ ചെയ്യുമ്പോൾ ഭയങ്കര ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ ചെറിയ കുട്ടികൾ ചെയ്യുക. പക്ഷെ അവർ കുറച്ച് വലുതാവുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് അവർ ചെയ്യും. അവർക്കൊരു എയിം ഉണ്ടാവും, ബെറ്റർ എയിമും ഉണ്ടാവും, അതിലൊരു കൺട്രോളും ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യ കുട്ടികള്, ചെറിയ കുട്ടികൾ ബോൾ എറിയുന്ന എങ്ങനെയായിരിക്കും? എങ്ങനെ കണ്ടിട്ടുള്ളത് നമ്മള്? അവർക്കത് എന്തോ വലിയൊരു കാര്യമാണ് അല്ലെ? വലിയ കാര്യമാണ്. പക്ഷെ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് കണ്ടിട്ടില്ല നമ്മള്. അങ്ങനെയല്ലേ റസ്മിന ഉദ്ദേശിച്ചത്? അതെ അങ്ങനെയാ ഉദ്ദേശിച്ചത്. പിന്നെ അവര് നമ്മൾ കാണുന്നില്ല, ആദ്യം അവര് പോയിന്റ് ഔട്ട് ചെയ്യെങ്കിലും അത് അവർക്ക് ശരിക്കും അതിലേക്ക് പോകാൻ പറ്റൂല, അതിനൊരു കൺട്രോൾ കിട്ടൂല. പിന്നെ അവര് ചെയ്യുന്നത് എന്താണോ അതിലൊരു കൺട്രോൾ വരും വലുതാവുന്നതിനനുസരിച്ചിട്ട്. അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ ഈ ബോൾ അല്ലാതെ വേറൊരു എക്സാമ്പിൾ ഒന്ന് പറയാൻ പറ്റുമോ? കുറച്ചുകൂടെ എളുപ്പമുള്ളത് ഇതേപോലെ ചെയ്യുന്നത്. ഒരു അവര് നടക്കുന്നത്. ക്ലിയർ ഇല്ല. ഇല്ല
എടാ മാം പോയാ? ഇതിലില്ലല്ലോ അല്ലേ? ഇല്ല, അത് ശരിയാക്കാൻ എനിക്കൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. ഇല്ലെന്ന് തോന്നുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. അതെ, മഴയായിരിക്കും, ശരിയാകുമായിരിക്കും. ഇപ്പൊ കേൾക്കാമോ? യെസ് യെസ്. ആ മാം കേൾക്കാം. കേൾക്കാം കേൾക്കാം. കാണാലോ. ഇപ്പൊ കാണുന്നുണ്ട്. എക്സ്പീരിയൻസ് പോയല്ലേ? യെസ് മാം. മാക്സിമം ടു മിനിമം ട്രെൻഡാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോ അവർക്ക് ഒരുപാട് എനർജി സ്ട്രെയിൻ ചെയ്യേണ്ടി വരും ഒരു കാര്യം ചെയ്യാനായിട്ട്. വലുതാകുന്നത് അത്രയും വേണ്ട, അത്രയും സ്ട്രെയിൻ ചെയ്യേണ്ടതാണ്. ചെയ്ത് എന്താണ് ആ ഫങ്ഷൻസ്, അവരുടെ പ്രവർത്തനം എന്താണ്, ആദ്യം കുറച്ച് സ്ട്രെയിൻഡ് ആയിരിക്കും, പിന്നീട് എന്താണ് സ്മൂത്ത് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ നടക്കുന്നത്. പിന്നെ both motor coordinations and strength grows with age. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മോട്ടോർ പ്രവർത്തനങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വളർന്നു വരുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏജിന്റെ അടിസ്ഥാനം. യെസ്, ഏജ് ഡിപ്പെൻഡഡ് ആണ് അല്ലെ? എന്തുകൊണ്ടാണ് ഏജ് ഡിപ്പെൻഡഡ് ആണെന്ന് പറയുന്നത്? ഓരോ സ്റ്റേജസ് കഴിഞ്ഞ് വരുമ്പോഴല്ലേ അവര് കൂടുതൽ ഇതായി വരുന്നത്, ഇംപ്രൂവ്മെന്റ് നടക്കുന്നത്. അതവരുടെ ഘട്ടങ്ങളായിട്ടാണ്, അതായത് ഓരോ സ്റ്റേജസ് കഴിയുന്നതനുസരിച്ചിട്ടാണ് അവരുടെ മോട്ടോർ കോർഡിനേഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഇനി motor development relies not only on neuromuscular maturity but also on environmental opportunities. എന്താണ് neuromuscular maturity എന്ന് പറയുന്നത്? neuromuscular maturity നമ്മുടെ ന്യൂറോ വെയിനും നമ്മുടെ മസിൽസും ഉണ്ടാകുന്ന അതിലുണ്ടാകുന്ന മെച്യൂരിറ്റി, വളർച്ച. പറയുന്നത് മോട്ടോർ ഡെവലപ്മെന്റിന് ന്യൂറോമസ്കുലർ മെച്യൂരിറ്റി മാത്രം മതിയോ നമുക്ക്? അല്ല, പോരാ. അല്ല, അതായത് നമുക്ക് കുട്ടിക്ക് നടക്കേണ്ട വളർച്ചകളും ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷെ കുട്ടിക്ക് നമ്മൾ എന്ത് കൂടി കൊടുക്കണം? ഇത്തരം ഡെവലപ്മെന്റ്സ് കൂടുതൽ നമ്മൾ എന്താ പറയാ, അതിന് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് അവസരം കൊടുക്കണം അല്ലെ? ഓപ്പർച്യൂണിറ്റീസ് കൊടുത്താൽ മാത്രം. ഇപ്പൊ എത്ര കുട്ടികളെ സ്വാഭാവികമായിട്ട് പല വികസനങ്ങൾ, പല ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ടെങ്കിലും എന്താണ്, നമ്മൾ അവസരം കൊടുക്കാതെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അല്ലെ? അതായത് എൻവയോൺമെന്റൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എൻവയോൺമെന്റൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് കുട്ടികളുടെ മോട്ടോ ഡെവലപ്മെന്റ്സ് വികസിക്കാനായിട്ട്? അവർക്ക് സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം ഒരു 3 വയസ്സൊക്കെ ആയാല്. ആ, പിന്നെ സ്കൂളിലായാലും കുട്ടികൾക്ക് PT പീരീഡ് ഒക്കെ ഉണ്ടാവല്ലോ, ഓട്ടം ചാട്ടം എല്ലാത്തിനും. അല്ല, നമ്മുടെ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികൾക്ക് ബ്ലോക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാം. അതുപോലെ പസിൽസ് അങ്ങനെയുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. കളറ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കാർഡുകള്, അതുപോലെ തന്നെ ബോൾസ് അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ എക്യുപ്മെന്റ് എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ് പ്രശ്നം? എസ്പെഷ്യലി അവൈലബിലിറ്റി ഓഫ് എക്യുപ്മെന്റ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഈ പറയുന്ന സാധനങ്ങൾ തന്നെ ആയിരിക്കൂലേ? കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കൊടുക്കുന്ന സാധനങ്ങള്, ഓട്ടോ ഡെവലപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് അല്ലെ? അതെ. അപ്പൊ അതിൽ നമുക്കിപ്പോ പറഞ്ഞ പോലെ സൈക്കിൾ ഉൾപ്പെടുത്താം. നമ്മൾ കണ്ടിട്ടുള്ള ഒരു പിന്നെ വാക്കർ യൂസ് ചെയ്യുന്നില്ലേ? വാക്കർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ
മറ്റ് ചെറിയ എക്യുപ്മെന്റ്സ് ഇപ്പൊ പ്ലാസ്റ്റിക് എന്താ നമ്മൾ പറയുക, ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൂടുതൽ കുട്ടികൾ നോർമലി ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു ബെഞ്ചോ അല്ലെങ്കിൽ ചെറിയ സ്റ്റൂളുകൾ കുട്ടികൾ പിടിച്ചെഴുന്നേറ്റ് നിന്ന് അത് ഉരുട്ടി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അതിൽ പെടുന്നതായിരിക്കാം. പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ സൈക്കിള് എന്നൊരു എക്യുപ്മെന്റ് കൊടുക്കുമ്പോൾ ഏത് ഫംഗ്ഷൻ ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് സൈക്കിൾ എടുക്കുന്ന സമയത്ത്? ബാലൻസ്. ബാലൻസ്, യെസ്, വെരി ഗുഡ് അല്ലെ. ബാലൻസ്ഡ് ആവും കുട്ടികൾ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം വീഴും അല്ലെ. നമ്മള് ട്രൈ സൈക്കിൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? ട്രൈ സൈക്കിള് 3 വീലേഴ്സ് ഉള്ള. കണ്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ അതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലെ. അതാണ് അവൻ വാക്കർ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 വീൽസ് ഉള്ളതിലാണ്. അതിനുശേഷം അതിലൊന്ന് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ, പക്ഷെ ഫസ്റ്റ് നമ്മൾ 2 ചക്രമുള്ള സൈക്കിൾ കൊടുത്താലും ആദ്യത്തെ തന്നെ ചവിട്ടില്ല. ആദ്യം സൈക്കിൾ ഓടുമ്പോൾ തന്നെ അവർക്ക് ശരിയാവാറുണ്ടോ? ഇല്ല, സപ്പോർട്ടിന് കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യും. കുറച്ചും കൂടി ട്രൈ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കുള്ളൂ അതൊന്ന് സ്റ്റേബിൾ ആവുന്നത്, കറക്റ്റ് ആയിട്ട് ചവിട്ടി പഠിക്കാൻ തുടങ്ങുന്നത്. ചില കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ചില കുട്ടികൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ പഠിക്കുന്നവരുണ്ടോ, ചിലപ്പോൾ കുറെ ദിവസം പഠിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് അത് പേടിയായി മാറി അതിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്. അതായത് വീഴുമോ എന്നൊരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. അങ്ങനെ മാറുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ്സിന് കൂടുതൽ അത് ഹെൽപ്ഫുൾ ആവണം. അപ്പൊ നമ്മളാണ് അതിനുള്ള അവസരങ്ങൾ, പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ് അതിന് അവസരങ്ങൾ കൊടുക്കേണ്ടത്. ഇനി അതർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പർച്യൂണിറ്റി ടു ഒബ്സർവ് ആൻഡ് ഇമിറ്റേറ്റ് അതർ ചിൽഡ്രൻ ആണ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളുടെ കൂടെ ഒരുമിച്ച് വളരുന്നത്, അവരെ കണ്ടും കേട്ടും പഠിക്കുന്ന മോട്ടോർ ഡെവലപ്മെന്റ്സ്. ഒന്നിച്ച് വളരുമ്പോൾ ഉണ്ടാകുന്ന ഡെവലപ്മെന്റും ഒറ്റയായി വളരുമ്പോൾ ഉണ്ടാകുന്ന ഡെവലപ്മെന്റും തമ്മിൽ മാറ്റമുണ്ട്. അവര് സമയം എടുക്കും. ഒന്നിച്ച് വളരുമ്പോൾ അവർ പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങും. അതെ, ഒരാള് ചെയ്യുന്നത് നോക്കി കണ്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ കുട്ടികളെ? നമ്മളൊരു ക്ലാസ്സിൽ വെള്ളം എടുത്ത് കുടിക്കുകയാണ്, ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നത് ഇപ്പൊ ചേട്ടനോ ചേച്ചി ചെയ്യുന്ന കണ്ടാലും ഇത് ട്രൈ ചെയ്യുന്ന കണ്ടിട്ടില്ല നിങ്ങൾ? ആദ്യം ട്രൈ ചെയ്യും, ചിലപ്പോൾ മറിഞ്ഞു വീഴായിരിക്കും, പക്ഷെ കുട്ടികളെ ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ഇപ്പൊ സൈക്കിൾ ഓട്ടാൻ അറിയില്ലെങ്കിലും സൈക്കിൾ ഉന്തിക്കൊണ്ട് പോകും അല്ലെ. സൈക്കിൾ കയറി ഉന്തിക്കൊണ്ട് പോകും, ട്രൈ ആണ്. ഇതൊക്കെ എന്താണ്? അവർ ഇമിറ്റേറ്റ് ചെയ്യണം. മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് ഏർപ്പെടാനുള്ള ഒരു പ്രവണത കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ അതിലേക്ക് പോകാനായിട്ടുള്ള അവസരം കൊടുക്കേണ്ടത് ആരാണ്? നമ്മുടെ പാരന്റ്സ് ആണ്. അപ്പൊ വെറുതെ കുട്ടിയുടെ ബാക്കിയുള്ള ഫങ്ഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും വെറുതെ ഒരു കുട്ടിയെ ഒരു മുറിക്കുള്ളിൽ അടച്ചിരുത്തി കഴിഞ്ഞാല് ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. ഫിസിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എല്ലാം നടക്കുന്നുണ്ടാവും ഓൾറെഡി ഉള്ളിലകത്ത്. പക്ഷെ മോട്ടോർ ഡെവലപ്മെന്റ്സിന് എന്ത് ചെയ്യണം? മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ കുട്ടി വർക്ക് ചെയ്യണം അല്ലെ. കുട്ടി വർക്ക് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുട്ടികളുടെ ഫുട്ബോൾ കളിക്കണം, സ്വന്തമായിട്ട് അവർ ഡ്രസ്സുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. യെസ്, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇപ്പൊ നമ്മളുടെ മോണ്ടിസോറി ഡെവലപ്പ് ചെയ്ത ഫൈൻ മോട്ടോഴ്സിന് വേണ്ടിയിട്ട് കുറെ എക്യുപ്മെന്റ് അതുപോലെ മെറ്റീരിയൽസ് അപ്പാരറ്റസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് പ്രധാനമാണ് നോബിൾസ് സിലിണ്ടേഴ്സ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ നോബിൾ സിലിണ്ടേഴ്സ്? അതായത് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് കുട്ടികളുടെ ഈ ചെറിയ ഫിംഗേഴ്സ് ഒക്കെ ഇല്ലേ, നമ്മളുടെ ചെറിയ ഫിംഗേഴ്സിനൊക്കെ എന്താണ് ചെറിയ ചെറിയ മസിൽസ് ഉണ്ട്, അതിനൊക്കെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോബിൾ സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്നത്. പല ഷേപ്സിലുണ്ട്. 6 സെറ്റ് ഓഫ് സിലിണ്ടേഴ്സ് ആണത്. അതായത് അതിന്റെ മുകളിൽ ഒരു നോബിൾ ഉണ്ടാവും, താഴെ ഷേപ്പ് ഉണ്ടാവും. ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ അതിനകത്തേക്ക് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്തേക്ക് കുട്ടികള് ആ ബോളിന് പിടിക്കണം. ബോളിന് പിടിച്ചു കഴിയുമ്പോൾ എന്താണ്? ഈ 3 വിരലുകൾ അവിടെ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ 3 ഫിംഗേഴ്സിന്റെ മൂവ്മെന്റ്സ് അവിടെ നടക്കുന്നുണ്ട്, 3 മസിൽസുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കുന്ന സമയത്ത് എന്താണ്? കുട്ടിക്ക് അത് പിടിക്കാൻ പറ്റില്ല. ആദ്യം അധ്യാപകർ അത് കാണിച്ചു കൊടുക്കും. പിന്നീട് എന്താണ്? ഓരോ ബോക്സ് എന്ന് പറയുന്നത് പല ഷേപ്സ് ആണ്. വിഡ്ത്ത് സെയിം ആയിരിക്കും, അതുപോലെ തന്നെ എന്താണ് ഹൈറ്റ് സെയിം അല്ലാത്ത രീതിയിലൊക്കെ പല രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് കുട്ടികൾ വെക്കണം. അതിനാണ് നോബിൾഡ് സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി അത് ഒറ്റ കളർ പാറ്റേൺ ഉള്ളൂ. അതല്ലാതെ തന്നെ നമുക്ക് 6 കളേഴ്സ് വേറെ അവൈലബിൾ ആണ്. റെഡ് കളർ, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. യെസ്, 4 കളേഴ്സ്. 4 കളറിലെ നോബിൾ സിലിണ്ടേഴ്സ് ഉണ്ട്. അതും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കുട്ടികളുടെ മോട്ടോർ ഡെവലപ്മെന്റ്സിനാണ്. അത് നമ്മൾ ഓരോ സിലിണ്ടറിക്കൽ രൂപമാണ്. സിലിണ്ടറിക്കൽ രൂപം കണ്ടിട്ടില്ലേ നിങ്ങള്? സിലിണ്ടറിക്കൽ ഷേപ്പ്, ആ ഷേപ്സിലാണത്. അത് പല കളേഴ്സിലുണ്ട്. അപ്പൊ കുട്ടികൾ അതിൽ കൂടെ കളർ പഠിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ എന്താണ്
അവരുടെ ഡെവലപ്മെന്റ്സ്, മോട്ടോ ഡെവലപ്മെന്റ്സ്, ഇത് ഓരോന്നും എന്താണ് പല ഷേപ്സ് ആക്കി മാറ്റാം, പല രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് കോർഡിനേറ്റ് ചെയ്ത് ടവർ പോലെ വെക്കാം. അതേപോലെ എന്താണ് കുട്ടികള് അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഒക്കെ ഈ ഒരു ഇതിൽ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ കൈകൊണ്ടാണ് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. കൈകൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ് കൈ ഫിംഗേഴ്സിന്, അതായത് രണ്ട് കൈകളുടെ മസിൽസിന് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് സംഭവിക്കും. ഇപ്പൊ നമ്മള് വീട്ടിലിരിക്കുന്ന സമയത്ത് കുട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ വേഗം ചെന്ന് മാറ്റും, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കുഞ്ഞ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അത് വേണ്ട എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കൺട്രോൾ ചെയ്യരുത്. കുട്ടിയുടെ കൈ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മസിൽസിലെ ഡെവലപ്മെന്റ്സിന് കുഞ്ഞത് ചെയ്യുന്നതാണ്. എനിക്കറിയില്ല, പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമ്മൾ അവസരം കൊടുക്കണം. ഓക്കെ, ഇപ്പോ എടുക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റാം, അല്ലാത്തത് അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ കുട്ടികള്, ബിൽഡിംഗ് ബ്ലോക്സ് ഏറ്റവും എളുപ്പമാണ് അത് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും കൂടുതൽ ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പോ പച്ചക്കറികളൊക്കെ നമുക്ക് പ്ലാസ്റ്റിക്കിൽ കിട്ടുമല്ലോ. ഇപ്പൊ പച്ചക്കറികള് എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ പ്ലാസ്റ്റിക് ഐറ്റംസ് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ അവര് കളറ് പഠിക്കും, അത് ഏത് ഫ്രൂട്ട് ആണ് ഏത് വെജിറ്റബിൾ ആണെന്നൊക്കെ കുട്ടി തിരിച്ചറിയുന്നു. അതോടൊപ്പം തന്നെ അത് എടുക്കാനും പിടിക്കാനൊക്കെ കൃത്യമായിട്ട് പഠിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ 10 കൈയിൽ 10 വിരലിലെ മസിൽസ് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ 10 വിരൽ മാത്രമാണോ ഡെവലപ്പ് ചെയ്യുന്നത്? ഇവിടെയൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടോ? ഇവിടെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? യെസ്, വിരലുകൾ മാത്രമല്ല, ഷോൾഡർ തുടങ്ങി കൈ കംപ്ലീറ്റ്ലി ആയിട്ട് എന്താണ് അവിടെ എല്ലാ തരത്തിലുള്ള മോട്ടോർ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുട്ടീനെ ഒരു മുറിയിൽ ഇരുത്തല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. പ്രത്യേകിച്ച് എൻവയോൺമെന്റൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റ്സ് വഴി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് കുഞ്ഞ് ചെയ്തോട്ടെ. ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ഇമിറ്റേറ്റ് ചെയ്ത് പല കാര്യങ്ങളും കുട്ടികൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണോ ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും കറക്റ്റ് വേ ഉണ്ട് അല്ലെ, ആ കറക്റ്റ് വേയിലല്ലാതെ ഇത് മോശമായ രീതിയിലാണോ കാണിക്കുന്നതെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബാക്കിയൊന്ന് കൂടെ നിന്ന് കൊടുക്കുക. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവസരം കൊടുക്കണം. ഓക്കെ, എക്സ്പീരിയൻസ് ഉണ്ടാവണം, നമ്മളാണ് അവസരം കൊടുക്കേണ്ടത്. ആ ഒരു അവസരം ഇല്ലാതാകുന്ന പക്ഷം എന്താണ്, കുട്ടികൾക്ക് അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടാണ്. അപ്പൊ നമ്മള് അധ്യാപകരാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ഒരേപോലെ തന്നെ എന്ത് കൊടുക്കേണ്ടതുണ്ട്, അവർക്ക് അവരുടെ ഫങ്ഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള രീതിയിലുള്ള, പ്രത്യേകിച്ച് മോട്ടോർ വികസനം സ്വായത്തമാക്കുന്ന രീതിയിലുള്ള കളികള്, പ്രക്രിയകള്, പ്രോസസ്സ് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ, അങ്ങനെ ഒരു ചുറ്റുപാട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, നല്ല രീതിയിൽ വികസനം സംഭവിക്കുള്ളൂ. ഓക്കെ, യെസ്. അതായത് കുട്ടീനെ വെറുതെ എത്തിയിട്ട് കാര്യമില്ല, നമ്മൾക്ക് അവർക്ക് അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അത്രയുള്ളൂ കേട്ടോ അവിടെ. യെസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്തേ. നമ്മൾ ട്രെൻഡ്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, സെഫാലോയും പ്രോക്സിമോണും പഠിക്കേണ്ടതാണ്. പിക്ക് ചെയ്ത് തന്നിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ചെയ്യാത്തത് അപ്പൊ അത് മാത്രം സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട. നോട്ട്സ് വരുമ്പോ അല്ലാതെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, നോട്ട്സ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തന്നില്ലേ? ട്രെൻഡിന്റെതും പ്രോക്സിമോ ഡിജിറ്റൽ ട്രെൻഡിന്റെ നോട്ട്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് തന്നെയാണ് എക്സാമിനും വരുന്നത് കേട്ടോ. എക്സാമിന് ഏറ്റവും കൂടുതൽ കണ്ട് ചോദിച്ചാൽ അത് മാത്രമാണ് വായിക്കുന്നത്, ചോദിച്ചിട്ടില്ല. ഓപ്ഷൻസിൽ കിടക്കുന്നുണ്ടാവും ഇതൊക്കെ ഓപ്ഷൻസിൽ ഉണ്ടാവും, പക്ഷെ ചോദിക്കുന്നത് ഇതിൽ നിന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. നിങ്ങൾ അത് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് ദി ടീച്ചർ ആണ്. റോൾ ഓഫ് ദി ടീച്ചർ. ഒരു മോട്ടോർ ഡെവലപ്മെന്റ് വികസനത്തിൽ അധ്യാപകന് പങ്കുണ്ടോ കുട്ടിയുടെ? ഉണ്ട് അല്ലെ? എങ്ങനെയാണ് നമുക്ക് നോക്കാം. Children should be motivated to manipulate, handle and use various objects and implement so as to provide sensory activity and eye-hand coordination. Children should be motivated to manipulate, handle and use various objects. Use various objects and implement so as to provide sensory activity and eye-hand coordination. എന്താണ് റോൾ ഓഫ് ദി ടീച്ചറിലെ ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്? എന്താണ് വായിച്ചു നോക്കിയത്?
കുട്ടികള് ഓരോ ഒബ്ജക്ട്സ് വസ്തുക്കൾ പലതരത്തിലുള്ള ഉപയോഗത്തിന് അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിയിൽ കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാല്. ഓക്കെ, കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം കുട്ടികൾക്ക്. കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അവരെ ഐ ആൻഡ് ഹാൻഡ് ഒരു കോർഡിനേഷൻ, അതായത് കണ്ണും കൈയും തമ്മിലൊരു കോർഡിനേഷൻ വേണം. അതായത് നമ്മളിവിടെ പറയുന്നത് വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളാണ്, വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളും കൈകാര്യം ചെയ്യാനായിട്ടുള്ള അവസരം അല്ലെ. അതായത് പല തരത്തിലുള്ള ഒബ്ജക്ട്സുകൾ അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള അവസരം കൊടുക്കുക. ഒബ്ജക്ട്സുകൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യത്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഒരു സെൻസറി പ്രവർത്തനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സെൻസറി ആക്ടിവിറ്റി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐ ഹാൻഡ് കോർഡിനേഷൻ. എന്താണ് ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്? ഐ ഹാൻഡ് കോർഡിനേഷൻ അതായത് ഇപ്പൊ ഒരു കളിപ്പാട്ടം ഇല്ലേ, മറ്റേ റൗണ്ടിൽ വരുന്ന കളേഴ്സ്, ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടും ഡിഫറെന്റ് ഇതായിട്ടുള്ള ഒരു കളിപ്പാട്ടം വരുന്നുണ്ട്. അപ്പൊ അവരത് കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഇത് ഏത് സ്ഥലത്താണ് വെക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആ ഓർഡറിൽ അവർ എടുത്തു വെക്കും. അതാണ് ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ. ആ രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് ഐ ഹാൻഡ് കോർഡിനേഷൻ കിട്ടും. ബോൾസ് ഒക്കെ എടുത്ത് അതായത് കളറിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കല്, അതൊക്കെ ഇപ്പൊ എന്റെ മോൻ പഠിക്കുന്ന സ്കൂളുകളിൽ പ്ലേ സ്കൂൾ ഉണ്ട്. അപ്പൊ അവിടെ എപ്പോഴും സ്റ്റാറ്റസ് ഇടാറുണ്ട് അവർ ഓരോ ആക്ടിവിറ്റീസ് കുട്ടികൾ ചെയ്യിക്കണം എങ്ങനെയൊക്കെ. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് നമ്മൾ വിവിധ തരത്തിലുള്ള ഒബ്ജക്ട്സുകൾ കുട്ടികള് ഏത് തരത്തിലുള്ള ഏത് ഒബ്ജക്ട്സുകൾ ആയിക്കോട്ടെ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതോടൊപ്പം തന്നെ അവരുടെ ഡെവലപ്പ് ചെയ്യേണ്ട ശരിക്കും പറഞ്ഞാൽ സെൻസറി മോട്ടോർ ആക്ടിവിറ്റീസ് ആണ് അവിടെ. യെസ്, നമ്മൾ പറയുന്നത് റൂബിക്സ് ക്യൂബ്. റൂബിക്സ് ക്യൂബ് കണ്ടിട്ടില്ല നിങ്ങൾ? റൂബിക്സ് ക്യൂബ് അത് പക്ഷെ അത് കുറച്ചുകൂടി ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തിരി വലുതായിട്ടാണ് അല്ലെ. ചില കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് റൂബിക്സ് ക്യൂബ് ചെയ്യാൻ. നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ടോ റൂബിക്സ് ക്യൂബ്? ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഡിഫിക്കൽട്ട്. എനിക്ക് പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മള് കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് കുറച്ച് വലിയ ആൾക്കാർ. പക്ഷെ കുട്ടികൾ എന്താണ് പല രീതിയിൽ ആദ്യത്തെ സമയം ഫസ്റ്റ് സ്റ്റേജിൽ അവര് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നതിന്റെ ഇടയിലൊക്കെ എന്താണ് ഹാൻഡിന്റെ കോർഡിനേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അല്ലെ. അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതിപ്പോ റൂബിക്സ് ക്യൂബ് എടുത്തിട്ട് അതെന്തിനാ നീ എടുക്കുന്നത്, അത് എടുക്കണ്ട ചേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കണം. അതായത് തൊട്ടെ എടുത്ത് അവിടെ പല കളേഴ്സ് പഠിക്കുന്നുണ്ട് അവര് അല്ലെ. എത്ര കളറുകൾ വരുന്നുണ്ട് അതിലെ റൂബിക്സ് ക്യൂബില്? എത്ര കളർ വരും? 4. നയനാണോ? എത്ര കളർ? 6 ആണോ 5 ആണോ? 6. 6 കളർ വരുന്നുണ്ട് അല്ലെ. 6 ഷെയ്ഡ്സ്, 6 കളറ് 6 രീതിയിൽ കുട്ടികൾ കാണുകയാണ് അല്ലെ. അതേപോലെ തന്നെ കളറ് മാത്രമല്ല കോമ്പിനേഷൻസ് പഠിക്കും. കോൺട്രാസ്റ്റ്, 2 കളറുകൾ കൂടി വരുമ്പോൾ ശ്രദ്ധിക്കുകയാണ് അല്ലെ. ശ്രദ്ധിക്കുക, 2 കളേഴ്സ് ഇപ്പോ റെഡും ഗ്രീനും കണ്ടാൽ അതൊരു ബ്രൈറ്റൻ ആയിട്ടുള്ള കളറാണ്. ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ബ്രൈറ്റ് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന എന്ത് കാര്യം കുട്ടികൾ ശ്രദ്ധിക്കും. 2 കളേഴ്സ് തമ്മിലുള്ള ആ ജോയിൻസ് അത് കുട്ടികൾ പെട്ടെന്ന് തിരിച്ചറിയും. അതേപോലെ തന്നെ ഒരു പേഷ്യൻസ്, സുറുമി പറഞ്ഞ പോലെ പേഷ്യൻസ് ഉണ്ടാവും. അതായത് കുറെ സമയം ചില കുട്ടികൾ ഇതിങ്ങനെ വെച്ച് കുറെ സമയം ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും പക്ഷെ ഒരു ബ്ലോക്ക് എന്തെങ്കിലും ശരിയാവും പക്ഷെ അല്ലെ. കുറെ സമയം ഏതെങ്കിലും ഒരൊറ്റ ബ്ലോക്ക് നമുക്ക് ശരിയാക്കാൻ പറ്റും ആദ്യ സമയത്ത്. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കില്ല. ആദ്യത്തെ സമയത്ത് ചിലപ്പോൾ എല്ലാ വൈറ്റും ഒരേ ബട്ടൺസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇപ്പത്തെ സൈഡും മറ്റുമായിരിക്കും. പക്ഷെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു റൂട്ട് ഉണ്ട്. അതിനൊരു ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അത് ശരിക്കും യൂട്യൂബിൽ ഇപ്പൊ ഇതിന്റെ ട്രിക്സ് വരുന്നുണ്ട്. ആ ട്രിക്സ് നോക്കി എത്ര സമയം കുറഞ്ഞ് എന്റെ ഏച്ചിന്റെ കൂട്ടർ മോൻ അത് ചെയ്യും, ഇത്ര സെക്കൻഡിൽ ചെയ്യും. അപ്പൊ ആ ട്രിക്സ് നോക്കിയിട്ട് അത് ആ രീതിയിൽ അതുപോലെ ഓർഡർ ചെയ്തിട്ട് ഭയങ്കര മൂവ്മെന്റ്സ് ആയിരിക്കും. നമുക്ക് കണ്ണോണ്ട് നോക്കുമ്പോ എത്ര പെട്ടെന്ന് അത് ചെയ്യുന്നെന്ന് വിചാരിക്കും. തിരിച്ച് പെട്ടെന്ന് ചെയ്യും. അതെ അതെ, നല്ലതായിട്ട് കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം അത് ചെയ്യുന്നതിന്. സമയമെടുത്ത് കണ്ടുപിടിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ് ശരിക്കും അത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ നമ്മുടെ കണ്ണ് കൈ എത്തുന്ന സെൻസറി ആക്ടിവിറ്റീസ് കുറച്ചും കൂടി നമ്മൾ എന്താ പറയാ. പക്ഷെ ചില കുട്ടികളിൽ മാത്രം കൊണ്ട് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, എല്ലാ കുട്ടികൾക്കും പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇക്വേഷൻ ഉണ്ടെങ്കിലും ഒന്നും അറിയാത്ത കുട്ടികൾ പോലെ ഇക്വേഷൻ ട്രിക്സ് പോലും അറിയാതെ ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനത്തെ കാറ്റഗറി കുട്ടികളുണ്ട്.
ട്രിക്സ് പഠിച്ചിട്ട് യൂട്യൂബ്സിലെ ട്രിക്സ് നോക്കി പഠിച്ചിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇതൊന്നും നോക്കാതെ തന്നെ കണ്ടുപിടിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരൊന്നും അറിയില്ല അല്ലെ. അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. പിന്നെ ഒരു അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാല് എന്റെ ഈ കുട്ടി എന്ന് വെച്ചാൽ ചെറുതിൽ യൂട്യൂബ് നോക്കാത്ത സമയത്ത് ഈ റുബിക്സ് ക്യൂബ് കിട്ടിയ സമയത്ത് 2 മിനിറ്റ് എടുത്തിട്ട് അവൻ ഒറ്റക്ക് ശരിയാക്കി. ഇപ്പോഴാണ് അവൻ യൂട്യൂബിലെല്ലാം നോക്കിയിട്ട് അതിന്റെ ട്രിക്സ് ടൈം കുറക്കാൻ വേണ്ടിയിട്ടാണ് ട്രിക്സ് നോക്കുന്നത്. ആദ്യം അവൻ ചെയ്തത് ഒരു റുബിക്സ് ക്യൂബ് കിട്ടിയപ്പോ ഇതിനെ മൊത്തം ഈക്വൽ കളറാക്കണം എന്നുള്ള രീതിയിൽ മാത്രം ചെയ്തിട്ട് കണ്ടുപിടിച്ചു. പക്ഷെ അതിന് ടൈം എടുത്തു. 2-3 മിനിറ്റ് ഒക്കെ എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. പോയിന്റിൽ പറയുന്നത് വിവിധ വസ്തുക്കളും ഉപകരണങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് വഴി എന്താണ് കുട്ടികളെ സെൻസറി മോട്ടോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ ആ കോർഡിനേഷന് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അധ്യാപകർക്കാണ് ഏറ്റവും കൂടുതൽ നൽകാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ കുട്ടികളെ ഏർപ്പെടുത്തുക. Then second one എന്താണ് during preschool and primary school days activities like clay work, coloring, tearing, cutting, painting, threading and sewing etc. should be arranged to attain early motor control and coordination. ഇനി പ്രീ സ്കൂൾ ആണെങ്കിലും പ്രൈമറി സ്കൂൾ ഡേയ്സസ് ആണെങ്കിലും നമ്മൾ എങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം? ക്ലേ വർക്ക്സ് കൊടുക്കാം. ക്ലേ വർക്ക് അറിയാലോ, ക്ലേ കളിമൺ കൊണ്ട്. യെസ്. ആദ്യത്തെ അവസരങ്ങളിൽ കുട്ടികൾ എന്താണ് ക്ലേ ഉപയോഗിച്ചിട്ട് അവർക്ക് അറിയില്ല അല്ലെ. ആദ്യം നമ്മളെ ചെറിയ ചെറിയ ഷേപ്സുകളാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നീട് അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അതിൽ എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഒരു ടേസ്റ്റ് ഉണ്ട്. ക്ലേ വർക്ക്സ് ചെയ്യണമെങ്കിൽ അതിലൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു ആർട്ടിനോട് നമുക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ മാത്രമേ ക്ലേ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ചില കുട്ടികൾ എന്താണ് നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലവരെന്താണ് അറിയില്ല. അറിയാത്ത പോലെ എങ്കിലും എന്താണ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തണം. നമ്മൾ ഉൾപ്പെടുത്താതിരിക്കരുത്. ചെയ്യുന്ന പോലെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള മോഡൽസ് കാണിച്ചു കൊടുക്കുക, അവർ ചെയ്യട്ടെ. അപ്പൊ ചിലർക്ക് റൗണ്ട് ഷേപ്പ് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്ക്വയർ അങ്ങനെയുള്ള രീതിയിൽ ഉണ്ടാക്കാൻ അറിയുള്ളൂ. പക്ഷെ ചില കുട്ടികൾക്ക് എന്താണ് നല്ല രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കളറിംഗ് വർക്ക്സുകൾ, കളറിംഗ് അല്ലെ. കളറിംഗ് നമ്മൾ എന്തൊക്കെ കൊടുക്കാറുണ്ട്? പല പിക്ചേഴ്സ് കൊടുക്കാറുണ്ടല്ലേ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ആനിമൽസ്, പിന്നെ എന്തൊക്കെയാണ് എന്തെങ്കിലും സീനറീസ് അങ്ങനെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന കളറിങ്. ഓക്കെ. ആദ്യത്തെ അവസരത്തിൽ എങ്ങനെയായിരിക്കും കുട്ടി കളർ ചെയ്യുന്നത്? പറയുടെ പുറത്തേക്കൊക്കെ പോകും അല്ലെ. കറക്റ്റ് ആയിട്ട് പിക്ചറിനുള്ളിലായിരിക്കില്ല ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ കുട്ടികൾ ആദ്യം ചെയ്തിരുന്നപ്പോ പരശ്രേണി പുറത്തായിട്ടല്ല ഒരു കളർ ചെയ്തിരുന്നത്. കറക്റ്റ് ആയിട്ട് അവർക്ക് അറിയില്ലായിരുന്നു അല്ലെ. ഓക്കെ. പിന്നീടാണ് നമ്മൾ ട്രെയിൻ ചെയ്താണ് കുട്ടികളെ ഏതൊക്കെ കളേഴ്സ് എവിടെയൊക്കെ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്നതോ നല്ല രീതിയിൽ കളർ ചെയ്ത് പഠിക്കുന്നത്. നമ്മൾ കളറിങ്ങിന് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഏത് പെൻസിലാണ് ഉപയോഗിക്കുന്നത്? ക്രയോൺസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. ക്രയോൺസ് ആണ് മോട്ടോർ ഡെവലപ്മെന്റ്സ് ഏറ്റവും കൂടുതൽ കളറിംഗ് ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. Then tearing. Tearing എന്താണ്? Tearing. Tear. കീറ കീറ. എന്ത് കീറാനാണ്? ഇങ്ങനെ പേപ്പേഴ്സ് ഒക്കെ മുറിച്ചെടുക്കാൻ പറയും. പേപ്പേഴ്സ് ഒക്കെ മുറിച്ചെടുക്കാൻ. പേപ്പർ കട്ടിംഗ് വർക്ക് അതെല്ലാം ഇതിൽ വരും കേട്ടോ. ടിയറിംഗ് കട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. അല്ലാതെ നമ്മളിങ്ങനെ മടക്കിയതിനു ശേഷം കീറാറില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങള്? എന്തെങ്കിലും മടക്കും. ഇവിടെ ഇങ്ങനെ ഒന്ന് സ്ട്രെസ് ചെയ്തതിനു ശേഷം സ്ട്രെച്ച് ചെയ്തതിനു ശേഷം ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ കീറാറില്ലേ? നമ്മള് പണ്ട് ബോട്ടൊക്കെ ചെയ്യത്തില്ലേ? ബോട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മള് സിസേഴ്സ് ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്താണ് ഇങ്ങനെ രീതിയിൽ കട്ട് ചെയ്യാനാണ് കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീടാണ് പല ഷേപ്സിൽ എങ്ങനെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സ്കെയിൽ വരയ്ക്കും അല്ലെ. സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ട് അതിൽ കൂടി എന്താണ് എന്ത് ചെയ്യാറുണ്ട്? സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ട്രെയിൻ ചെയ്ത് മാത്രം പെട്ടെന്ന് ഒരു ദിവസം ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ അത്യാവശ്യം കട്ട് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ പേപ്പേഴ്സുകളൊക്കെ അല്ലെങ്കിൽ ആദ്യം നമ്മളൊരു വൈറ്റ് പേപ്പർ കൊടുത്തിട്ട് വെറുതെ കട്ട് ചെയ്യാൻ കൊടുക്കാം. ഇഷ്ടമുള്ള പോലെ അവർ കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്ത് പഠിക്കും. അവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട്? മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവിടെ അല്ലെ. കൈ വേദന എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾ പറയില്ലേ കൈ വേദന എടുക്കുന്ന ടീച്ചറെ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് വേദന എടുക്കുന്നത്? മസിൽസ് പ്രവർത്തിച്ചിട്ട് അതില് ഇത് വരുന്നത്. അവിടെ മൂവ്മെന്റ്സ് നടക്കുന്നത് കൊണ്ടാണ് പെയിൻ വരുന്നത്. അവിടെ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഓക്കെ. അതൊന്നും ഒരു പ്രശ്നമല്ല. യെസ്. ദെൻ ത്രെഡിങ് ആൻഡ് സ്വിങ് എക്സെട്ര. ത്രെഡിങ് അറിയാലോ നിങ്ങൾക്ക്? ത്രെഡിങ് എന്താണ്? ത്രെഡിങ് ത്രെഡിങ് ആണോ ഉദ്ദേശിച്ചത്? ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ത്രെഡ്സ് നൂല് ഉപയോഗിച്ചിട്ട് യെസ്. നൂല് ഉപയോഗിച്ചിട്ടാണോ? നൂലിൽ കോർത്തിടുന്നത്.
മുത്തുകൾ കോർക്കുന്നതിനാണ് കേട്ടോ. മുത്തുകൾ. യെസ്. പിന്നെ സേവിങ് എന്താണ്? സേവിങ് സേവിങ് തുന്നലാണോ? തുന്നു. ഇതൊക്കെ ഏതൊരു പ്രായത്തിലെ കുട്ടിക്കായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഏത് ഏജിലായിരിക്കും ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നത്? തുന്നലൊക്കെ ഒരു രണ്ടാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിലൊക്കെ. ഏത് ഏജ് പറഞ്ഞാൽ മതി. 3 to 6. 3 to 6 ഇത് ഓക്കെ ആവുമെന്ന് തോന്നുന്നുണ്ടോ? സ്വിങ് ആവില്ലല്ലോ. സ്വിങ് കുറച്ചും കൂടി വലുപ്പമുണ്ട്. 6 to 8 ആണോ? 6 to 8. 6 to 8. 8 to 13 വരെയുള്ള കുട്ടികൾക്കല്ലേ? അതെ. 3 to തുടങ്ങിയുള്ള ഒരു പീരീഡിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ എടുക്കും. നമ്മുടെ ഇപ്പൊ ത്രെഡിങ് വരെയുള്ളത് വേണമെങ്കിൽ നോക്കാം, പെയിന്റിങ് വരെ നോക്കാം. സ്വേവിങ് തുന്നുന്നതിന് കുറച്ച് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ട് അല്ലെ? കാരണം എന്തുകൊണ്ടാണ് നമ്മൾ തുന്നുന്നത്? സൂചി കൊണ്ട്, അതുപോലെ കട്ട് ചെയ്യുന്നത് കത്രിക കൊണ്ട്. അപ്പൊ അതുകൊണ്ടെല്ലാം ചിലപ്പം മുറിവെല്ലാം സംഭവിക്കാനുള്ള ചാൻസ്. കുറച്ചുകൂടെ ഏജ്ഡ് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഒരു 6 വയസ്സിന് മുകളിലാവുമ്പോൾ, അല്ലെങ്കിൽ 8, 9, 10 ആ ഒരു ഏജിലാണ് നമ്മൾ, അല്ലെങ്കിൽ 11, 12 മാക്സിമം ആ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോ പ്രീ സ്കൂൾ ഇയേഴ്സിന് നമ്മൾ ഇത്തരം ആക്ടിവിറ്റീസിൽ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അവർക്ക് മോട്ടോർ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ ആരുടെ റോളാണ് ഇത് കൊടുക്കുക എന്നുള്ളത്? റോൾ ഓഫ് ദി ടീച്ചർ ആണ് നമ്മൾ പറയുന്നത് അല്ലെ? ടീച്ചറിന്റെ റോളാണ് ഇത്തരം ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ക്ലേ വർക്ക്, കളറിംഗ്, ടിയറിംഗ്, കട്ടിംഗ്, പെയിന്റിംഗ് തുടങ്ങി സേവിംഗ് വരെ അണ്ടർലൈൻ ചെയ്തിട്ടോ. എന്റെ മോൾക്ക് കട്ടിങ് ഇങ്ങനത്തെ കാര്യങ്ങള്, ക്ലേ വർക്ക് ഭയങ്കര ഇഷ്ടാണ്. അതവള് ഒരു 6 വയസ്സ് തൊട്ടേ ചെയ്യുന്നതാണ്. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങള്, പെയിന്റിങ്ങിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കലുണ്ട്. ഒരു ജേണൽ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനിടെ പറഞ്ഞു എനിക്ക് ജേണൽ കിറ്റ് വേണം. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ഇതിനിടയിൽ ഞാൻ കാണിച്ചു തരാവേ. ചെയ്തത് കാണുന്നുണ്ടോ? ബുക്കില് യെസ്, ഇത് ഫുള്ളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ജേണൽ ബുക്കാണല്ലേ? അതിനകത്താണ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ഇങ്ങനെ ഓരോ കലണ്ടർ പോലെയും ഓരോ കോട്ട്സ് എഴുതി വെച്ചും ഫുള്ളായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇതിന്റെ വേറെ മെറ്റീരിയൽസ് ഉണ്ട്. ഇത് സിമ്പിൾ ആണ്. ചെറിയ പൈസേണ്ടതാണ്. ഇതില് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഈ ബുക്ക് മൊത്തമായി ചെയ്ത് ക്ലാസ് വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതാ പരിപാടി. ഈ ബുക്ക് തുറന്നു വെക്കും, ഇതിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വെക്കും. നല്ല കാര്യം. അതിനൊന്ന് അവസരങ്ങൾ കൊടുക്കാറില്ല. ഭാവിയിൽ നല്ലൊരു കലാകാരി 6 years സ്റ്റാർട്ട് ചെയ്യോ സ്റ്റിച്ച് ചെയ്യുന്നത്? കാരണം എന്റെ മോളുടെ ടെഡി ബെയർ കുറച്ച് കീറിയിരിക്കുവായിരുന്നേ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോ ശരിക്കും നന്നായിട്ട് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്. നന്നായിട്ട് തയ്ച്ചു. അവൾക്ക് പക്ഷെ അതിനെ സൂചി തിരിച്ചെടുക്കാൻ വേണം. അതിനകത്ത് തന്നെ സൂചി ഇങ്ങനെ കയറ്റി കുറെ ദിവസം മുമ്പ് ഉണ്ടായത്. പോരാഞ്ഞിട്ട് ഇപ്പൊ മെഷീനിൽ കയറി ഇരുന്നിട്ട് എനിക്ക് തയ്ക്കണം എന്നൊക്കെ പറഞ്ഞൊരു ടെൻഡൻസി പുള്ളിക്കാരി കാണി. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ കഴിവുകൾ നിങ്ങൾ നല്ല പാരന്റ്സ് ആണ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അല്ലെ? സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക മാക്സിമം. പിന്നെ നമ്മള് ഒരുപാട് അവൈലബിലിറ്റി കൊടുക്കണ്ട കേട്ടോ. എന്താന്ന് മനസ്സിലായോ? സൂചിയുടെ പ്രശ്നം അറിയാം. സൂചിയുടെ പ്രശ്നമല്ല, അവർക്കറിയാം ഇതുപോലത്തെ മെറ്റീരിയൽസ് പുറത്തുണ്ട്, വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിൽ കിട്ടുന്നൊക്കെ അറിയാം. പക്ഷെ നമ്മളൊന്ന് പരിമിതപ്പെടുത്തി കൊടുത്താൽ മതി. എല്ലാം അങ്ങോട്ട് അവൈലബിൾ ആക്കണ്ട. നമ്മുടെ വീട്ടിലുള്ള മെറ്റീരിയൽസ് വെച്ച് കുറെയൊക്കെ ചെയ്ത് പഠിക്കണം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് പറയുമ്പോ ബോക്സിൽ ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ ബോക്സ് കിട്ടുമ്പോൾ ഞാൻ എടുത്തു വെക്കും. അതിൽ ചെയ്തോളാൻ പറഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യും. നല്ല കാര്യം. സ്കൂളുകളിലൊക്കെ നടക്കുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്താ ഈ കളർ വെച്ചിട്ട് ഇതേപോലെ എന്റെ മോള് ചെയ്തതാണ്. Next up, organize suitable play activities that will help the children learn motor skills by assembling and construction. ഇനി നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കണതെല്ലാം മോട്ടോർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എവിടെ പറയുന്നത്? Organize suitable play activities that will help the children learn more motor skills by assembling and construction. ഇനി നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേ ആക്ടിവിറ്റീസ് കൊടുക്കുക. അതായത് മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലേ ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തൊക്കെ കളികൾ ഉൾപ്പെടുത്താൻ പറ്റും, എന്തൊക്കെ കളികൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റും നമുക്ക്? കേൾക്കുന്നില്ലേ? മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന കളികളില്ലേ? മെമ്മറി
ഓക്കെ, ശരിയാണ്. അത് മോട്ടോർ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കളികള് എന്തൊക്കെയാണ്? അത് നേരത്തെ പറഞ്ഞ ബ്ലോക്സ് ഒക്കെ അറേഞ്ച് ചെയ്യല്, കൺസ്ട്രക്ഷൻ ഒക്കെ. നമ്മള് മെറ്റീരിയൽസ് കൊടുത്ത് ചെയ്യണം, അല്ലാതെ പ്ലേ ആക്ടിവിറ്റീസ് കളിക്കാൻ പറ്റുന്നത്. നമ്മൾ പണ്ട് കളിക്കുന്നത് അതെ ക്രിക്കറ്റ്, കുളം കര അങ്ങനത്തെ ഒരു കളി കളിക്കും. അതില് നമ്മള് കളിക്കില്ലേ, അതൊരു ആക്ടിവിറ്റി ആണ്. അത് ഏറ്റവും നല്ലൊരു മോട്ടോർ ഫുൾ കോർഡിനേഷൻ ആണ്. കുളം കര കളിക്കില്ലേ നിങ്ങള്, കേട്ടില്ലേ? യെസ് അത് നമ്മള് ശ്രദ്ധിക്കുകയും ചെയ്യണം. കളിയാണ്. ഫുൾ ബോഡിക്ക് ഏറ്റവും നല്ലൊരു ആക്ടിവിറ്റി ആണ് അത് മോട്ടോർ ഡെവലപ്മെന്റ്സിന്. അത് കംപ്ലീറ്റ് കുട്ടി ചാടാണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയാണ്. നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് ആണ് നടക്കുന്നത്. അതുപോലെ അങ്ങനെയുള്ള പ്ലേ ആക്ടിവിറ്റീസുകൾ, അതായത് ഒന്നല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് വൈസ് ആയിട്ട് ചെയ്യാം, ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം, കുട്ടികളെ കൂട്ടത്തോടെ ഒക്കെ ചെയ്യുന്നത്. അതായത് അവരുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട്, അതായത് മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലേ ആക്ടിവിറ്റി കളികൾ, സ്കിപ്പിംഗ് റോപ്പ്, അതൊക്കെ എന്താണ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ക്ലാസ് മുറിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതും കുട്ടികളെ കൊണ്ട് നമ്മൾ പുറത്തും, ഇത് ക്ലാസ്സിന്റെ അകത്ത് മാത്രമല്ല പുറത്ത് കൊണ്ടുപോകണം അല്ലെ. പുറത്തിപ്പോ നമ്മൾ പുറത്തിരുന്ന് പഠിപ്പിക്കണം ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ മരച്ചൂട്ടിലൊക്കെ ഇരുന്ന് പഠിപ്പിക്കാനുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് നമ്മളിപ്പോ നമ്മൾ ഡ്രില്ലിന് കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ ഒരു PT പീരീഡ് ഉണ്ടാവും അല്ലെ. കുട്ടികൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം PT പീരീഡ് ഉണ്ടാവും. എന്തിനു വേണ്ടിയാണ് PT പീരീഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഇങ്ങനത്തെ ഡെവലപ്മെന്റ്സ് കുട്ടികളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. മോട്ടോർ ഡെവലപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ PT അവൈലബിൾ ആണ്. പല ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്ന പല കളികളുണ്ട്. കബഡി ഉണ്ട്, ബോൾ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, വോളിബോൾ ഉണ്ട്, പല രീതിയിലുള്ള കളികളാണ് ഉൾപ്പെടുന്നത്. വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും പറ്റിയത്. അപ്പോൾ അധ്യാപകന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള പ്ലേ ആക്ടിവിറ്റീസുകൾ ഓർഗനൈസ് ചെയ്യുക. അതോടുകൂടി എന്താണ് കുട്ടികളുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ഡെമോൺസ്ട്രേറ്റ് മോട്ടോർ സ്കിൽസ് ഫോർ ബിഗിനിങ്ങേഴ്സ്. Provide manual guidance to children as it's more fruitful than verbal lessons. ഇനി നമ്മള് മോട്ടോർ സ്കിൽസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അധ്യാപകൻ. എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്? നമ്മളുടെ വാക്കാലുള്ള പഠനങ്ങളെക്കാൾ കൂടുതൽ വെർബൽ ലെസൺസ് എടുക്കുന്നതിൽ കൂടുതൽ നമ്മൾ വെർബൽ ലെസൺസ് എടുത്ത് കൊടുക്കും. നമ്മൾ ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് ഒരു ലെക്ചർ ക്ലാസ് എടുത്ത കുട്ടിയുടെ ആക്ടിവിറ്റി എല്ലാം നടക്കും. കുട്ടി അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ, കേട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. ജസ്റ്റ് ടീച്ചറിനെ മാത്രം നോക്കുന്നു, കുട്ടിയെ നോക്കുന്നു, അത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അത് വെർബൽ ലെസൺസ് നമ്മൾ കണ്ടന്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളത് ഡെമോൺസ്ട്രേറ്റ് കാണിച്ചത് കൊടുത്താലോ? ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുക, എന്താണ് ചെയ്യണം, അതേപോലെ തന്നെ എന്താണ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം അല്ലെ. നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം, നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇപ്പൊ എന്ത് വേണേലും ഇപ്പൊ മാറ്റ് സ്പ്രെഡിങ്ങോ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളായിക്കോട്ടെ. ഇപ്പൊ നമുക്ക് ബിൽഡിംഗ് ബ്ലോക്സ് തന്നെ വെച്ചെന്ന് വിചാരിക്കാം. ടീച്ചർ ആദ്യം കാണിച്ചു കൊടുക്കും. അതിനുശേഷം എന്താണ് ഓരോ ബെഞ്ചിൽ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്തതിനു ശേഷം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അത് അല്ലെ. അതേപോലെ തന്നെ ബീഡ്സ് കോർക്കാനായിട്ട് നമ്മളിപ്പോ എന്താ പറയാ, ബീഡ്സ് നമ്മൾ ഇതിന്റെ പേര് സ്റ്റിക്കിലേക്ക് അതിനകത്തേക്ക് കയറ്റി വിടാനോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ആദ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താണ് അത് ഗൈഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുക അവർക്ക്. അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അല്ലെ. നമ്മളപ്പോ വാക്കാലുള്ള പഠനത്തെക്കാൾ കൂടുതൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ട് കുട്ടികളെ ക്യാച്ച് ചെയ്യും. കണ്ട് പഠിക്കുകയാണ് അല്ലെ. കണ്ടും ചെയ്താണ് കുട്ടി അവിടെ പഠിക്കുന്നത്. നമ്മളൊരു കണ്ടന്റ് പഠിപ്പിക്കുമ്പോൾ അവർ കേട്ടിരിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഓക്കെ. പക്ഷെ ഏറ്റവും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോൺസ്ട്രേഷൻ ആണ്. അത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടി അത് കാണുന്നുണ്ട്, ടീച്ചർ എന്താണ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമ്പോൾ അവർ ശരിക്കും അത് ഗ്രഹിക്കണം, നന്നായിട്ട് രീതിയിൽ അവർ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതിലൂടെ എന്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും? മോട്ടോർ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ബിഗിനിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അല്ലെ. ആദ്യത്തെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഫസ്റ്റ് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്തും കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്നതല്ല. ഇപ്പൊ മോണ്ടിസോറി മെറ്റീരിയൽ, മോണ്ടിസോറി തിയറി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പാഠഭാഗങ്ങളാണോ പഠിപ്പിക്കുന്നത്? ലെക്ചർ ക്ലാസ് ആണോ? അല്ല, പ്രാക്ടീസ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള ലെസൺസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ലെസൺസ് എന്ന് പറയാൻ പോലും ഇല്ല. ലെസൺസ് എന്ന് പറയാനാണ് പറയുന്നത്. ലെസൺസ് അല്ല, എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. പ്രാക്ടീസ് കണ്ടും ഇതെല്ലാം 5 നമ്മുടെ സെൻസോറിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് മോണ്ടിസോറിയിൽ നമ്മൾ നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ്, proficiency of motor control relies on constant practice. So facilities should be arranged for the practice of various motor skills. എന്താണ് ഇവിടെ പറയുന്നത്? Proficiency of motor relies on constant practice.
എന്താ പറയുന്നത്, നമ്മൾ എന്ത് ആക്ടിവിറ്റി കൊടുക്കുന്നെങ്കിലും അത് അറേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഫെസിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫെസിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവൈലബിലിറ്റി, അതായത് ഒരു സ്കൂളിൽ അതിനുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഒരുക്കി കൊടുക്കുക. കോൺസ്റ്റന്റ് ആയിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അല്ലെ. അതായത് എനിക്ക് സ്കില്ല് ഒരു ദിവസം ഒരു ക്ലാസ്സിൽ നമ്മൾ കുറെ ഡെമോ കാണിച്ചു കൊടുത്ത് ആക്ടിവിറ്റി ചെയ്തു, പിറ്റേ ദിവസം ചെയ്യിപ്പിക്കാനല്ല, പിറ്റേ ദിവസം ബന്ധം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ ശരിയാവോ? ഇല്ല. ഇല്ല. അപ്പൊ എന്താണ്, വിവിധ കഴിവ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് കോൺസ്റ്റന്റ് പ്രാക്ടീസ് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് കൃത്യമായ രീതിയിൽ, അതായത് പ്രാക്ടീസ് ചെയ്യാനുള്ള മോട്ടോർ സ്കിൽസിന്റെ പ്രാക്ടീസ് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ സ്കൂളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. യെസ്, മോണ്ടിസോറി ലാബ് ഇറ്റ്സ് വെരി ഗുഡ്. അത്തരത്തിലുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. അത് നിരന്തരമായ പ്രാക്ടീസിലൂടെ മാത്രം അവർക്ക് നല്ല രീതിയിൽ അത് എഫേർട്ട് ഇല്ലാതെ തന്നെ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അധ്യാപകനാണ് അത് ഒരുക്കി കൊടുക്കേണ്ടത്. Then independent activity with strong motivation leads to speedy motor development. So give sufficient and apt motivation to the children. എന്താണ് ഇൻഡിപെൻഡന്റ് ആക്ടിവിറ്റി, സ്ട്രോങ് മോട്ടിവേഷൻ ലീഡ്സ് ടു സ്പീഡി മോട്ടോർ ഡെവലപ്മെന്റ് പറയുന്നത് എന്താണ്? കുട്ടികൾ സ്വയം ചെയ്യാൻ വേണ്ടി അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കുക, ടീച്ചേഴ്സ്. പ്രചോദനം കൊടുക്കുക. ഒരു കാര്യം ചെയ്തു, കുട്ടി തെറ്റാണ് ചെയ്തത്, കറക്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെയും ചെയ്തു, തെറ്റാണ്, പിന്നെയും കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് എത്ര പ്രാവശ്യം, നമ്മൾ ഒരിക്കലും അധ്യാപകൻ എന്ന് പറയുന്നത് കുട്ടിയെ കറക്റ്റ് ആക്കാനുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അല്ലെ. എത്ര പ്രാവശ്യം തെറ്റ് ചെയ്തോട്ടെ, ചെയ്താലും എന്ത് കൊടുക്കണം, കറക്റ്റ് നമ്മൾ ആ വേയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ആ ഒരു മോട്ടിവേഷൻ കൊടുക്കലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. എത്ര പ്രാവശ്യം തെറ്റ് ചെയ്താലും, തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവളോട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു പ്രാവശ്യം കാണിക്കേണ്ടത് ഒരു കുട്ടി ചിലപ്പോൾ 6 പ്രാവശ്യം ചെയ്തിട്ടായിരിക്കും പിന്നീട് 7ാമത്തെ പ്രാവശ്യം ഒരിക്കലും ശരിയാവുന്നത്. അപ്പോഴും കുഴപ്പമില്ല. പക്ഷെ ടീച്ചർ എന്താ ചെയ്യുന്നത്, വേണ്ട ഇനി നീ പോയിക്കോ, വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നാണോ നമ്മൾ ചെയ്യിപ്പിക്കേണ്ടത്? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. നമ്മൾ മാക്സിമം അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണം. അവർക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അല്ലെ. നമ്മൾ സ്ട്രോങ് ആയിട്ട് അവർക്ക് കൂടെ നിന്ന് ലീഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ കുട്ടികൾ അത് ചെയ്യുള്ളൂ. ഒരിക്കലും എല്ലാ കുട്ടികളും എല്ലാവരും ഒരേപോലെയല്ല അല്ലെ. എല്ലാവർക്കും ഒരേപോലെ ചെയ്യാനും സാധിക്കില്ല. അപ്പൊ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരും ഒരേപോലെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിന് മാക്സിമം ആയിട്ട് നമ്മൾ മോട്ടിവേഷൻ കൊടുക്കും. മോട്ടിവേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻസ് അഫക്ട് ചെയ്യും അല്ലെ. നീ ചെയ്തത് നല്ലതാണ്, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മളൊന്ന് ക്ലാപ്പ് ചെയ്തൊക്കെ കൊടുത്ത കുട്ടികൾക്ക് എന്താണ്, അപ്പൊ തന്നെ ഭയങ്കര സന്തോഷമാണ് അല്ലെ. പിന്നീട് അടുത്തൊരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് വെരി ഗുഡ് അല്ലെങ്കിൽ 5 സ്റ്റാർ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ടീച്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് കിട്ടി പിടിക്കോ അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് ഹാൻഡ് എടുക്കോ, എന്തെങ്കിലും അത് ജസ്റ്റ് തറയിൽ ഒന്ന് തട്ട് പോലെ ചെയ്താൽ അതൊരു മോട്ടിവേഷൻ ആണ്. അതൊരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. കുട്ടി അതിൽ നിന്ന് അടുത്ത കാര്യം ചെയ്യാനായിട്ട് എന്താണ്, അവൻ ഏബിൾ ആവുകയാണ് അല്ലെ. ഇല്ലെങ്കിൽ പോലും അറിയാൻ പാടില്ലെങ്കിൽ പോലും എന്താണ്, കുട്ടിക്ക് ഒരു ഹാപ്പിനെസ് അവിടെ കിട്ടാണ്. ഞാനിത് ചെയ്യും, എന്റെ ടീച്ചർ അതിനെ സപ്പോർട്ടാണ് എന്നുള്ളൊരു തോന്നൽ കുഞ്ഞിന് വരെയാണ്. ഓക്കെ, അപ്പൊ നമ്മള് കൂടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഒരു ടീച്ചറിന്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ടീച്ചർ അങ്ങനെ ആയിരിക്കണം. അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ മോട്ടിവേഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ അധ്യാപകരും മോട്ടിവേറ്റഡ് ആണ് അല്ലെ. ഉപദേശം എന്നൊക്കെ പറയും നമ്മൾ മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ. ഉപദേശവും നല്ല, അത് പലർക്കും നല്ല രീതിയിലൊക്കെ കിട്ടുന്നുണ്ട്. പലരും പല മോശമായിട്ട് എടുക്കുന്നതുകൊണ്ടാണ്, നല്ല രീതിയിൽ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ചിലർ അങ്ങനെ വിചാരിക്കുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. നെക്സ്റ്റ് എന്താണ്, ലാസ്റ്റ് വൺ. സ്പീഡിൽ പോകുന്നത് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Give normal supervision, balanced guidance and constructive criticism. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ എങ്ങനെയായിരിക്കണം, നോർമൽ സൂപ്പർവിഷൻ ആയിരിക്കണം. എന്താണ് നോർമൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്? നമ്മള് അവരൊരിക്കലും സ്ട്രെസ് ചെയ്ത് ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്യേണ്ട കാര്യമില്ല. നീ അത് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നമ്മള് അങ്ങനെ കമാൻഡ് ചെയ്ത് പഠിപ്പിക്കുന്നത് ഒരിക്കലും അതൊരു നല്ലൊരു രീതിയല്ല. കമാൻഡ് ചെയ്തത് കുട്ടികൾ എന്താണ്, പഠിപ്പികളാണോ അല്ലെങ്കിൽ നമ്മള് വീട്ടിൽ വരുത്തുന്ന നായകളാണോ? അല്ല, നമ്മുടെ കുട്ടികളാണ് അല്ലെ. ഏറ്റവും പരിഭാവനമായിട്ടുള്ള, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള മനസ്സുകളുള്ള നിഷ്കളങ്കരായ കുട്ടികളാണ്. അവരെ സൂപ്പർവൈസ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഒരു മൃഗത്തെയോട് പെരുമാറുന്ന അല്ലെങ്കിൽ ഒരു ഉപകരണത്തോട് പെരുമാറുന്ന കൂടി ആയിരിക്കരുത്. നമ്മൾ സാധാരണ നിലയിൽ നിന്ന് മേൽനോട്ടം വഹിക്കുക, നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്യാതെ. ദെൻ ബാലൻസ് ഗൈഡൻസ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. എന്താണ് ബാലൻസ് ഗൈഡൻസ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്? കൃത്യമായ രീതിയിൽ അവരെ ബാലൻസ് ചെയ്ത് ഗൈഡ് ചെയ്ത് കൊടുക്കുക അല്ലെ. നല്ല രീതിയിൽ മാർഗനിർദ്ദേശം കൊടുക്കാതെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഇങ്ങനെയുള്ള ക്രിയാത്മകമായിട്ടുള്ള വിമർശനം കൊടുക്കുക. നമ്മളൊക്കെ കുട്ടികളെ ക്രിറ്റിസൈസ് ചെയ്യണം, ചെയ്യാതിരിക്കരുത്. പക്ഷെ
എങ്ങനെയായിരിക്കണം? യെസ്, വെരി ഗുഡ്. നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം. ഒരിക്കലും നീ ചെയ്തത് തെറ്റാണ്, ഇത് ഭയങ്കര മോശമായി പോയി അങ്ങനെയല്ല പറയരുത്. എന്താണ്, സോനയ്ക്ക് ചെയ്യാൻ പറ്റി, സോന ഇങ്ങനെയാണ് ചെയ്യുന്നത്, പക്ഷെ ടീച്ചർ പറഞ്ഞ പോലെ ഇങ്ങനെയല്ല, കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, മോൻ ഇങ്ങനെ ചെയ്യണം, അല്ലെ? നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും എന്താണ്, ചെയ്തത് തെറ്റാണ്, നീ മാറി നിൽക്ക്, മറ്റൊരാളെ പിടിച്ചു കൊണ്ടുവരലല്ല നമ്മളവിടെ ചെയ്യേണ്ടത്. എങ്ങനെയായിരിക്കും? ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം. കുട്ടി ചെയ്തത് തെറ്റായിക്കോളും, നമുക്കറിയാം തെറ്റാണെന്ന്, അല്ലെ? പക്ഷെ ഒരിക്കലും നമ്മളൊരു പൊതുമധ്യത്തിൽ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും അത് ക്രിറ്റിസൈസ് ചെയ്യേണ്ടത്. അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളെ സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള സൂപ്പർവൈസ് ചെയ്യാം. അതായത് അവർക്ക് അഭികാമ്യമാകുന്ന രീതിയിലായിരിക്കും നമ്മുടെ സംസാരം, അല്ലെങ്കിൽ വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാൻ അധ്യാപകന് കഴിയണം. കുട്ടികളോട് മൃദുവായ ഒരു സമീപനം നമ്മൾ പല സമയത്ത് പാലിക്കേണ്ടതുണ്ട്. സ്ട്രിക്റ്റ് ആവേണ്ട സമയത്ത് നമ്മൾ സ്ട്രിക്റ്റ് ആവാം, അല്ലാത്ത സമയങ്ങളിൽ എന്താണ് നമ്മളതൊന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, നമുക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഒരിക്കലും അത് കുട്ടികളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള അധ്യാപകരാകാനായിട്ട് നമ്മൾ ഒരിക്കലും പാടില്ല. ഓക്കെ, കാരണം കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകനായി തീരുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മളവിടെ കണ്ടന്റ് പഠിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് ഭയങ്കര ഇതായിട്ട് എടുക്കുന്നതിലോ ഒന്നല്ല, അല്ലെങ്കിൽ മാർക്ക് 50-50 വാങ്ങിച്ചു കൊടുക്കുന്നതിലോ ഒന്നല്ല. അതിനേക്കാൾ അപ്പുറം നമ്മളുടെ ബിഹേവിയറിൽ നിന്ന് കുട്ടികൾ കുറെ കാര്യങ്ങൾ, നമ്മൾ ആ കുട്ടിയോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് ആ ടീച്ചർ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഒരു ക്ലാസ്സിന് ശരിക്കും പറഞ്ഞ ഒരു സാറ് പറയണ 3 അധ്യാപകരുണ്ട്, 3 ടൈപ്പ് ഓഫ് അധ്യാപകരുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ടീച്ചർക്ക് നന്നായിട്ട് കണ്ടന്റ് അറിയാൻ പറ്റും, പക്ഷെ പഠിപ്പിക്കാൻ അറിയില്ല. കണ്ടന്റ് അറിയാം, പഠിപ്പിക്കാൻ അറിയില്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? പഠിപ്പിക്കാൻ അറിയാം, പക്ഷെ കണ്ടന്റ് വർക്ക്ഔട്ട് ആവില്ല. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? ടീച്ചർക്ക് പ്രത്യേകമായൊരു കണ്ടന്റ് അറിയാം, പക്ഷെ ആ ക്ലാസ് കുട്ടികൾ അറിഞ്ഞുകൊണ്ടായിരിക്കും. കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ആ കണ്ടന്റിനെ ടീച്ചർ കൽപ്പിക്കാൻ പറ്റും. അതായത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടീച്ചർ പഠിപ്പിക്കുന്നതെങ്കിലും വളരെ സിംബോളിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ നല്ല എക്സാമ്പിളിലൂടെ, കുട്ടികൾ അറിയില്ല ആ തിയറി, വലിയൊരു തിയറി ആയിരിക്കും പഠിച്ചത്, പക്ഷെ ടീച്ചർ അത് അവതരിപ്പിച്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന അവതരണം. ക്ലാസ് എടുക്കുന്നതിന് പല ഘട്ടങ്ങളുണ്ട്. ക്ലാസ് എടുക്കുന്നത് നമുക്ക് കണ്ടന്റ് സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും, പക്ഷെ അത് കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ടെക്നിക്ക് ഉണ്ട്, ചെറിയ ടെക്നിക്ക്. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല, പക്ഷെ നമുക്ക് അങ്ങനെ പറ്റണം. അങ്ങനെയുള്ള അധ്യാപകർ എന്നും അവരുടെ മനസ്സിലുണ്ടാവും. ആ കുട്ടിയെ കണ്ടെന്ന് പഠിക്കുകയും ചെയ്യും. ഓക്കെ, ആ ക്ലാസ് റൂം എന്ന് പറയുന്നത് തന്നെ ക്ലാസ് റൂം എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും. അക്ഷരാർത്ഥം ക്ലാസ് റൂം ആയിട്ട് അതിനെ കണക്കാക്കാം. അപ്പൊ ഇത് ഞാനൊരു സാറ് പറഞ്ഞ് കേട്ടതാണ് കേട്ടോ. അങ്ങനെ 3 അധ്യാപകർ, 3 ടൈപ്പ്. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ അദ്ദേഹം കണ്ടുപിടിച്ചറിയാണ് 3 തരം അധ്യാപകരുണ്ട്, ഇങ്ങനെയുള്ളതാണ്. ശരിക്കും ആലോചിച്ചാൽ ശരിയാണ്, അല്ലെ? നമുക്ക് ചില ടീച്ചർമാരുടെ ക്ലാസ്സുകൾ ഭയങ്കര, നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും ആ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു എഫക്റ്റീവായിട്ട് നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യും. ചില ക്ലാസ്സുകൾ അങ്ങനെയാണ്. എന്നെ പഠിപ്പിച്ച കുറെ അധ്യാപകരിൽ നിന്ന് എനിക്കത് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തത്, എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. സബ്ജക്ട് ഇഷ്ടമില്ലെങ്കിൽ പോലും അത് പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവും. ഒരു ടീച്ചേഴ്സിന്റെ ഭയങ്കരമായ ഒരു എഫക്റ്റ് അത്. അതെ, ശരിയാണ്. അപ്പോ അത് ശരിക്കും ഒരു കഴിവെന്നല്ല, നമ്മളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഒരിക്കലും നമുക്കത് പഠിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് ഉള്ളിൽ നിന്ന് വരണം. അത് സമയത്തെ വന്നോളൂ. നമ്മൾ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നമ്മളത് ശരിക്കും എക്സ്പീരിയൻസ്, അനുഭവങ്ങളിലൂടെ നമ്മൾ പലതും പഠിക്കില്ല. ഒരു ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഒരു അനുഭവമായിരിക്കും, മറ്റൊരു ക്ലാസ്സിൽ വേറെ അനുഭവമായിരിക്കും. ഈ അനുഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് നമ്മളിൽ ഒരു നല്ലൊരു അധ്യാപിക ഉണ്ടായി മാറുന്നത്, അല്ലെ? ഈ അനുഭവങ്ങളാണ്, കുട്ടികൾ തരുന്ന അനുഭവങ്ങളാണ് നമുക്ക് നല്ല അധ്യാപികയായിട്ട് മാറ്റുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ എന്താണ്, വേറെ വിഷയങ്ങളിലൊക്കെ പോയി. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് നോർമൽ സൂപ്പർവിഷൻസ് കൊടുക്കുക, ബാലൻസ് ഗൈഡൻസ് കൊടുക്കുക, കൺസ്ട്രക്റ്റീവ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ. അപ്പൊ ഒരു അധ്യാപകന്റെ മെയിൻ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റോൾ എന്ന് പറയുന്നത്, ഇവിടെ പറയുന്നത് മോട്ടോർ കോർഡിനേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക, പ്ലേ ആക്ടിവിറ്റീസ് ഓർഗനൈസ് എടുക്കുക, അവർക്ക് കൺസ്ട്രക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് നന്നായിട്ട് ഗൈഡ് ചെയ്യുക, അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻസ് കൊടുക്കുക. പിന്നെ എന്താണ്, നോർമൽ സൂപ്പർവിഷൻസും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം കൊടുത്തിട്ടായിരിക്കണം നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതാണ് ഒരു അധ്യാപകന്റെ പ്രധാന റോൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ റോൾ ഓഫ് ദ ടീച്ചർ? യെസ്. ഓക്കെ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് കഴിഞ്ഞു. ഞാൻ ഇത് എടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഇത് ഇങ്ങനെ നിൽക്കുവാണ് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്.
അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇതൊന്ന് നോക്കിയിട്ട് പോരെ കേട്ടോ. ഫസ്റ്റ് പേജ് ഒന്ന് വായിച്ചിട്ട് പോരെ. നാളെ ഉണ്ടല്ലേ ക്ലാസ്, നാളെ എടുക്കാം. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? യൂണിറ്റ് 3 യെസ് മാം, സൈൻ ഔട്ട് ഉണ്ട്. ഒരു ഈസി ഇംഗ്ലീഷ് സ്റ്റോറിയാണ്, സിമ്പിൾ സ്റ്റോറി. ഗുഡ് ഫ്രണ്ട്സ്. One day, Timmy the bunny was playing in a field with his football. Timmy gave a kick and his football went over a fence into a neighbor's garden. Timmy knew that a family of porcupines owned the garden. He had heard that they were unfriendly and rude. So Timmy was too scared to ask for his ball. He started to walk away sadly. Just then, a head appeared over the top of the fence. A soft and beautiful voice spoke to Timmy. "Hello," said the stranger. "Is this your ball?" He gave Timmy his football. "I am Piku Porcupine," he said. "What is your name?" "Timmy," replied Timmy. "Are you really Porcupine? My friend said you would poke me with your spikes if I spoke to you." "Oh no," said Piku. "Porcupines only do that if they don't like someone. You don't seem like that to me. Come over the fence and let's play football together." And Timmy did just that. Later that afternoon, Timmy and Piku became very good friends. Thank you, ma'am. ഓക്കെ, വെരി ഗുഡ്, നൈസ്. എവിടെ നിന്നാണ് സ്റ്റോറി? മിന്ന മിന്നി കളിക്കൊടുക്ക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഇന്നലെ ചിങ്ങൊന്നായിരുന്നു അല്ലേ? യെസ്. അതിൽ പുതുവർഷം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, മാം. താങ്ക് യു. താങ്ക് യു മാം.